റൈറ്റ്. അപ്പോൾ അതെങ്ങനെ വന്നു? അപ്പോൾ നമ്മൾ ആറ്റമിക് മോഡൽ എടുക്കുകയാണ് കേട്ടോ. Right, this is your nucleus, right? This is one energy level, this is another energy level. When white light falls, which is of around 4000 Angstrom to 8000 Angstrom വരെയുള്ള ലൈറ്റ് ഇവിടെ ഇൻസിഡൻ്റ് ആയിരിക്കാം, റൈറ്റ്? ഇപ്പോൾ ഈ രണ്ട് എനർജി ലെവലിന് തുല്യം, സപ്പോസ് ഇത് E1 ആണെന്നിരിക്കുക, ഇത് E2 ആണെന്നിരിക്കുക, ഇവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പ്, റൈറ്റ്, ഓർ എനർജി ഡിഫറൻസ്, അത് ഡെൽറ്റ E ആണെങ്കിൽ ഈ വരുന്ന വേവ് ലെങ്ത്തിൽ 4000 തൊട്ട് 8000 വേവ് ലെങ്ത്തിലുള്ള ഇൻസിഡൻറ്റ് റേഡിയേഷനാണ് വരിക. അതിനിപ്പോൾ അതിന് hc/λ എനർജി ഉണ്ടാവും, റൈറ്റ്? ഈ hc/λ ഇതൊരു എനർജീൻ്റെ ഫോമാണല്ലോ, റൈറ്റ്? ദ ഫോട്ടോൺ, റൈറ്റ്, വിച്ച് ഇസ് ഹാവിങ് ദ വാല്യൂ hc/λ ഹൂസ് മാഗ്നിറ്റ്യൂഡ്, അല്ലെ, hc/λ വാല്യൂ ഡെൽറ്റ ഇന് തുല്യമാണെങ്കിൽ ആ വേവ് ലെങ്ത്തുള്ള ലൈറ്റിനെ ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് അബ്സോർബ് ചെയ്ത് ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടും. അതായത് ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ എക്സൈറ്റേഷൻ സ്റ്റേറ്റിലേക്ക് ചാടും. ക്ലിയർ ആവുണ്ടോ? ഒന്നുകൂടി ശ്രദ്ധിച്ചേ. 4000 തൊട്ട് 8000 വേവ് ലെങ്ത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് റൈറ്റ് വരികയാണ്. ഈ ഇൻസിഡൻറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. അതിൽ ഏത് വേവ് ലെങ്ത്തിലുള്ള ഫോട്ടോൺ, അല്ലെങ്കിൽ ഏത് വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷനാണ് ഡെൽറ്റ ഈ തുല്യമുള്ള എനർജി ഉണ്ടാകുന്നത്, ആ എനർജി മാത്രം അബ്സോർബ് ചെയ്ത് ഇലക്ട്രോണ് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യും. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ആ വേവ് ലെങ്ത്ത് പോയില്ലേ. ഇങ്ങനെ എത്ര കളക്ഷൻ ഈ വേവ് ലെങ്ത്തിനാണ് അബ്സോർബ് ചെയ്ത്, അപ്പോൾ അത് പോയി, റൈറ്റ്? അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ എന്താവും? ബാക്കി എല്ലാം വേവ് ലെങ്ത്ത് ഉണ്ടാവും, അബ്സോർബ് ചെയ്യപ്പെട്ട വേവ് ലെങ്ത്ത് മാത്രം കാലിയായിട്ടിരിക്കും. അതാണ് അവിടെ ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത്. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്? അപ്പോൾ ലൈറ്റ് എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടത് പ്രിസത്തിൽ നിന്ന്, പോയ വേവ് ലെങ്ത്ത് ഇല്ലാത്തത്, അബ്സോർബ് ചെയ്യപ്പെട്ട, അതായത് ഗ്യാസ് മോളിക്കുലർ കാരണം അബ്സോർബ് ചെയ്യപ്പെട്ട വേവ് ലെങ്ത്ത് ഇല്ലാത്ത വേവ് ലെങ്ത്ത് മാത്രമേ സ്ക്രീനിൽ നിങ്ങൾ കാണുകയുള്ളൂ. ക്ലിയർ ആവുണ്ടോ? ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ആറ്റംസ് എന്ന ചാപ്റ്ററിൽ. കേട്ടല്ലോ? റൈറ്റ്? ഞാൻ ഇങ്ങനെ തന്നെ ജമ്പ് ചെയ്യാണ് നെക്സ്റ്റ് ചാപ്റ്ററിൽ, ന്യൂക്ലിയയിൽ. റൈറ്റ്? ന്യൂക്ലിയറിനെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഫിനിഷ് ഓഫ് സം ഓഫ് ദ പ്രോബ്ലംസ് ഫ്രം ദ ആറ്റംസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഡുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയർ, ഇതൊക്കെ ക്ലബ് ചെയ്തിട്ട് നിങ്ങൾ നീറ്റിൽ പഠിക്കാറ്. പക്ഷെ ഞാൻ പറയാറില്ല, ദിസ് ഇസ് അനദർ ചാപ്റ്റർ കേട്ടോ. ഒന്നുകൂടി പറയാണ്, നെക്സ്റ്റ് ചാപ്റ്റർ ആറ്റം കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ ന്യൂക്ലിയയിലേക്കാണ് നമ്മൾ ചാടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് കുറച്ച് ബൂസ്റ്റപ്പ് വരും. ഒന്ന് ഇളക്കുന്നുണ്ട്. ഫസ്റ്റ് ആറ്റം. ആറ്റത്തിനെ പറ്റി പഠിച്ചിട്ടല്ല പിന്നെ ന്യൂക്ലിയസിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ആറ്റത്തിന് വരയ്ക്കുമ്പോൾ നിങ്ങൾ മിനിമം ഒരു ന്യൂക്ലിയസ് വരയ്ക്കും, അല്ലേ? അതിനൊരു ഒരു ഇലക്ട്രോൺ വരച്ചു, ബെസ്റ്റ് ബ്ലാക്ക് ആണ് കയറുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെയാണ് ഇലക്ട്രോൺ എങ്കിൽ സപ്പോസ് കറങ്ങുകയാണ്, അല്ലേ, വെലോസിറ്റി, റൈറ്റ്? അല്ലേ? അപ്പോൾ നമുക്ക് പഠിച്ചിട്ടുണ്ട് ഒരു മാറ്റത്തിൻ്റെ എൻ്റയർ മാസും പോസിറ്റീവ് ചാർജും ഒരു ചെറിയ വോള്യത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ചെറിയ വോള്യത്തിനാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, റൈറ്റ്? അല്ലേ? റൈറ്റ്? നിങ്ങൾക്ക് അറിയണമല്ലോ. ആൻഡ് റൂദർഫോർഡിൻ്റെ പ്രകാരം ആറ്റത്തിൻ്റെ, അങ്ങനെ മാത്രമല്ല കേട്ടോ, ശരിക്കും എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ആണ്, ആറ്റത്തിൻ്റെ റേഡിയസ് 10⁻⁻10 മീറ്ററാണ്. ന്യൂക്ലിയസിൻ്റെ റേഡിയസ് 10⁻⁻14 തൊട്ട് 10⁻⁻15 വരെയാണ്. അത്രയ്ക്ക് ചെറുതാണോ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ? ക്ലിയർ ആവുണ്ടോ? ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് നോളജുള്ള സാധനങ്ങൾ തന്നെ പറയണുള്ളൂ, അല്ലേ? ന്യൂക്ലിയർ സ്ട്രക്ചർ നോക്കി വെച്ചാൽ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ന്യൂക്ലിയസ് എന്താണ്? ദ എൻറ്റിറ്റി ഇൻസൈഡ് ദ ആറ്റം വിച്ച് ഈസ് ആക്ച്വലി ദ പമ്പ് ഹൗസ്, അല്ലേ? പമ്പ് ഹൗസ് എന്ന് പറയുന്നതിൻ്റെ മാസിൻ്റെയും പോസിറ്റീവ് ചാർജിൻ്റെയും, റൈറ്റ്? ദാറ്റ് ഈസ് നോൺ ആസ് ന്യൂക്ലിയസ്, റൈറ്റ്? ആ ന്യൂക്ലിയസിൽ ഉള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്? 2 പാർട്ടിക്കിളാണ് നമുക്ക് പഠിക്കാനുള്ളത്, ന്യൂട്രോണും പ്രോട്ടോണും. കെമിസ്ട്രിയിലൊക്കെ അത് അറിയണല്ലേ? ഇത് രണ്ടും കൂടി പറയുന്ന വാക്കാണ് ന്യൂക്ലിയോൺസ്, റൈറ്റ്? Nucleons. What are nucleons? Combination of neutron and proton are given a term called nucleons, right? അപ്പോൾ നമ്മൾ ആദ്യം ന്യൂട്രോണിൻ്റെ കാര്യങ്ങൾ പറയണം, പ്രോട്ടോൺ പറയാം.
ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. ചാർജ് ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ചാർജ്. അപ്പോൾ എത്രയായിരിക്കും? മൈനസിന് പകരം 1.6 × 10⁻−19 കുളമ്പാണ് ചാർജ് ഓഫ് എ പ്രോട്ടോൺ. Now what is mass of proton? Mass of proton is 1.6726 × 10⁻−27 കിലോഗ്രാം. ഇതിനെ നമ്മൾ 1 AMU എന്ന് എടുക്കാം. ഇതല്ല കേട്ടോ AMUവിൻ്റെ ഡിഫിനിഷൻ, ബട്ട് ഐ എം ടെല്ലിങ് യു ഇതേ വാല്യൂ തന്നെയാണ് AMUക്ക് ഉള്ളത്. അതായത് നമുക്ക് ആവശ്യം വരും പിന്നെ. റൈറ്റ്. Now what is the symbol of proton? സിമ്പിൾ പ്രോട്ടോണിനെ എഴുതുക 1H1 ഹൈഡ്രജൻ്റെ. റൈറ്റ്. ക്ലിയർ ആവുന്നത് ഇങ്ങനെ സോറി ഇതറിയോ നിങ്ങൾക്ക്? 1H1 എന്താ? പ്രോട്ടിയം എന്ന് പറഞ്ഞിട്ടുള്ള ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പാണ് കേട്ടോ. റൈറ്റ്. ക്ലിയർ? ക്ലിയർ? ദിസ് ഈസ് എ സിമ്പിൾ ഓഫ് പ്രോട്ടോൺ. കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ അങ്ങനെയാണ് നിങ്ങൾ നോട്ടിൽ എഴുതി വയ്ക്കുക കേട്ടോ. മാസും ചാർജും ഒക്കെ പഠിച്ചു വെച്ചിരിക്കണം. റൈറ്റ്. അതേമാതിരി ന്യൂട്രോണിൻ്റെ ചാർജ് എത്രയാണോ? 0. ന്യൂട്രലാണത് അല്ലേ. മാസ് 1.6749 × 10⁻−27 കിലോഗ്രാമാണ് അല്ലേ. ഒന്ന് നോക്കിയേ, മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ന്യൂട്രോണും തമ്മിലുള്ള വ്യത്യാസം. ആർക്ക് ഭാരം കൂടുതൽ? ന്യൂട്രോണിന് ഭാരം കൂടുതലാണ് എന്ത്? പ്രോട്ടോണിനേക്കാൾ സ്വല്പം, ചെറുതായിട്ട്. റൈറ്റ്. മാസ് ഓഫ് ന്യൂട്രോൺ ഇസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് പ്രോട്ടോൺ സ്ലൈറ്റ്ലി. റൈറ്റ്. സ്ലൈറ്റ്ലി അല്ലേ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് പ്രോട്ടോണിൻ്റെ മാസിന് നമുക്ക് 1 AMU എന്ന് പറയാം. അതുകൊണ്ട് ഇതിൻ്റെയും മാസ് ഒരു 1 AMUവിൻ്റെ അടുത്താണെന്ന് പറയാം. ക്ലിയർ? കെമിസ്ട്രിയിലൊക്കെ അറിയണതാണ് നിങ്ങൾ. റൈറ്റ്. ആൻഡ് സിമ്പിൾ ഓഫ് ന്യൂട്രോൺ ഈസ് 1 and 0. ക്ലിയർ ആവുണ്ടോ? കുഴപ്പമില്ലല്ലോ. റൈറ്റ്. അപ്പോൾ ഒരു കാര്യം അറിയണം കേട്ടോ. ഇലക്ട്രോൺ എന്ന് പറയുന്ന വസ്തുവില്ലേ, ദാറ്റ് ഈസ് എ മോസ്റ്റ് സിമ്പിൾ അല്ലെങ്കിൽ പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. അതായത് ഇതിനെ ഇനി എന്താക്കാൻ പറ്റില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റില്ല. പക്ഷേ ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും പിന്നെയും കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി സബ് ഡിവൈഡഡ്. സോ ഇറ്റ് ഈസ് നോട്ട് ഫണ്ടമെൻ്റൽ കേട്ടോ. അത് ഞാൻ നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ട കാര്യമാണ്. റൈറ്റ്. ഇലക്ട്രോൺ ഈസ് ഫണ്ടമെൻ്റൽ, ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ ഈസ് നോട്ട് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. ഇനി പ്രോട്ടോണും ന്യൂട്രോണും പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കണം. ആറ്റോമിക് നമ്പർ. റൈറ്റ്. ഇവിടെ ആറ്റോമിക് നമ്പറിൻ്റെ സിമ്പിൾ അറിയോ? Z എന്നാണ് കേട്ടോ. റൈറ്റ്. അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഞാൻ P-ന്ന് എഴുതുള്ളൂ കേട്ടോ ഇൻ ന്യൂക്ലിയസ്. റൈറ്റ്. സാധാരണഗതിയിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്കിത് എഴുതാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. പക്ഷേ ഈ ഞാൻ പറയുന്നത് ചാർജ് ലൂസ് ചെയ്ത കാര്യങ്ങളല്ല. വെൻ ഇറ്റ് ഈസ് എ ന്യൂട്രലായിരിക്കുന്ന ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് സാധാരണഗതിയിൽ പറയാം. ന്യൂട്രലായിരിക്കുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും സെയിം ആവാറാണ് ചാൻസ് അല്ലേ. സോ നെക്സ്റ്റ് ടേം യു ഹാവ് ടു നോ ഇസ് മാസ് നമ്പർ. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ A എന്നാണ്. റൈറ്റ്. മാസ് നമ്പർ എന്ന് പറയുന്നത് ശരിക്കും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ട്, അതായത് യു ആർ ആസ്ക്ഡ് വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസിനെയാണ് മാസ് നമ്പർ. നമ്പറാണ് കേട്ടോ, വെയിറ്റ് അല്ല കേട്ടോ, അല്ലെങ്കിൽ കിലോഗ്രാമിലല്ല യൂണിറ്റ് വരിക, നമ്പർ ഇൻഡിജറായിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ക്ലിയർ ആവുണ്ടോ? സിമ്പിൾ അല്ലേ. അതേമാതിരി ഒരു ടേം പറയേണ്ടതാണ് ആറ്റോമിക് മാസ് എന്ന് പറയും. റൈറ്റ്. അതെന്താ? മാസ് ഓഫ് ന്യൂക്ലിയസ്. ഇത് യൂണിറ്റ് കിലോഗ്രാമിലായിരിക്കും. റൈറ്റ്. മാസ് ഓഫ് ന്യൂക്ലിയസ്. റൈറ്റ്. അപ്പോൾ സാധാരണ നമ്മൾ നിങ്ങളോട് ചോദിക്കും മാസ് ഓഫ് ന്യൂക്ലിയസിൽ നിങ്ങൾ എഴുതാൻ, എന്നിട്ട് സാധാരണ മാസ് ഓഫ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് മാസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് മാസ് ഓഫ് ഇലക്ട്രോൺസ് എടുക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റത്തിൽ 3 പാർട്ടികളല്ലേ ബേസിക്കായിട്ട് പറയുന്നത്, ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ. എന്നിട്ട് ഞാൻ പറയുകയാണ് ആറ്റോമിക് മാസിൽ നിങ്ങൾ സാധാരണഗതിയിൽ മാസ് ഓഫ് ന്യൂക്ലിയസ് എടുക്കണുള്ളൂ. ന്യൂക്ലിയസിലാകെ ന്യൂട്രോൺ പ്രോട്ടോണല്ലേ ഉള്ളൂ, ഇലക്ട്രോൺ എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയുള്ളൂ. മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് 9.1 × 10⁻−31 കിലോഗ്രാം അല്ലേ. വാട്ട് ഈസ് മാസ് ഓഫ് പ്രോട്ടോൺ? മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് 1.67. ഞാൻ ഫുൾ എടുക്കണില്ല, 10⁻−27 കിലോഗ്രാം.
മാസ് ഓഫ് ന്യൂട്രോൺ ഈസ് 1.674. ഇതിനൊക്കെ കുറച്ച് സ്വല്പം കൂടുതൽ 10⁻⁻27 കിലോ. ഇത് ഏതാണ്ട് ഈ രണ്ടെണ്ണത്തിൻ്റെ മാസ് ഏതാണ്ട് സെയിമാണ്. പക്ഷെ നോക്കിയേ, മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് വെരി വെരി സ്മോൾ വെൻ കമ്പയർ ടു ദീസ് ടു ഗൈസ്. 10⁻31 ആണ്. കൊണ്ടുപോയി 9.1 അല്ല കേട്ടോ നോക്കേണ്ടത്. സോ മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് മച്ച് കോൺട്രിബ്യൂട്ടിങ് ടു ദ മാസ് ഓഫ് ദ എൻറ്റയർ ആറ്റം. അപ്പോൾ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ആളെ കൊണ്ട് നോക്കിയേ, പ്രോട്ടോണും ന്യൂട്രോണും ആണ് എന്ത് കോൺട്രിബ്യൂഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ആറ്റമിക് മാസ് എന്ന് പറയുന്നത് ഇസ് ദ മാസ് ഓഫ് ന്യൂക്ലിയസ് വിത്തൗട്ട് ഇലക്ട്രോൺ. മൊത്തം ആറ്റമിക് മാസിന് എന്ത് പറയാം? മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ടോട്ടൽ ന്യൂട്രോൺ അല്ലേ? അതിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺ ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺ, ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺ. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻറ്റു എന്താ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻറ്റു അതിൻ്റെ മാസ് എത്ര? ഏതാണ്ട് 1 AMU എന്നല്ലേ പറഞ്ഞേ, റൈറ്റ്. പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻറ്റു 1 AMU അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 AMU കോമൺ അല്ലേ? എനിക്കിങ്ങനെ എഴുതിക്കൂടെ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻറ്റു 1 AMU. എന്തേ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് മാസ് നമ്പർ, അതായത് A ഇൻറ്റു 1 AMU. റൈറ്റ്, ദിസ് ഈസ് യുവർ റെപ്രസെൻറ്റേഷൻ ഓഫ് ആറ്റമിക് മാസ് ഓഫ് എനി എലമെൻറ്റ്. ക്ലിയർ? മനസ്സിലായ? ഇനി അതേമാതിരി പഠിക്കേണ്ടത് എന്താ? റെപ്രസെൻറ്റേഷൻ ഓഫ് എലമെൻറ്റ്. ഏതൊരു എലമെൻറ്റിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എങ്ങനെയാണ്? where A is the mass number and Z is the atomic number. ക്ലിയർ ആവണ്ട? എക്സ് എന്ന് പറയുന്നത് എലമെൻറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. ക്ലിയർ ആവണ്ട? റൈറ്റ്. അപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് ഞാനൊരു എക്സാമ്പിൾ ഇടട്ടെ. എന്താ അത്? ഓക്സിജൻ അല്ലേ? 16:8 എന്നാണ് എഴുതേണ്ടത്. ഇതിൽ 16 എന്താണ്? അതിൻ്റെ ആറ്റോമിക് മാസ് നമ്പർ, അല്ലെങ്കിൽ ആറ്റോമിക് മാസ് നമ്പർ എന്ന് എഴുതാണ്ട് അത് മാസ് നമ്പറാണ്. റൈറ്റ്. 8 എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ആറ്റോമിക് നമ്പറാണ്. റൈറ്റ്. അവിടെ ZA. ക്ലിയർ ആവണ്ട? അപ്പോൾ ഈ മാസ് നമ്പർ ഓർമ്മ ഉണ്ടോ? മാസ് നമ്പർ എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലേ? ആറ്റമിക് നമ്പർ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലേ? അപ്പോൾ ഈ മാസ് നമ്പർ എന്താന്ന് പറഞ്ഞ് Z. റൈറ്റ്, തെറ്റിപ്പോയില്ലേ? ഞാനെപ്പോഴും തെറ്റിക്കും. റൈറ്റ്. മാസ് നമ്പർ is A, ആറ്റമിക് നമ്പർ ഇസ് Z അല്ലേ? അപ്പോൾ A മൈനസ് Z ഇട്ടാൽ എന്താ വരിക? A മൈനസ് Z, അതായത് മാസ് നമ്പർ മൈനസ് ആറ്റമിക് നമ്പർ. ഇതിൽ നിന്ന് NP പോവും അല്ലേ? ഓർ ഐ ക്യാൻ റൈറ്റ് NN. നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടണമെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് ആറ്റമിക് നമ്പർ കുറച്ചാൽ മതി. ഇത് കെമിസ്ട്രിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഓക്സിജൻ്റെ കേസിൽ പറഞ്ഞ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്തായിരിക്കും? ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് പോസ് ചെയ്തിട്ട് തനിയെ എഴുതോ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ആറ്റമിക് നമ്പറിലേക്ക് നോക്കുക, 8. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്തായിരിക്കും? A മൈനസ് Z. 16 മൈനസ് 8 എടുക്കുമ്പോൾ 8. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് 8, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് 8. ഇനി അതേമാതിരി ഒരു എക്സാമ്പിൾ എടുക്കാം. കാർബൺ 13:6 ആണെന്ന് വെച്ചിരിക്കുക. റൈറ്റ്. 12 അല്ലടാ, അത് വി ആർ ടേക്കിംഗ് അനദർ വൺ. റൈറ്റ്. സോ അതിൻ്റെ എങ്ങനെയാണ് എടുക്കാം? ഇതേമാതിരി ഡിവൈഡഡ് ഇൻറ്റു പ്രോട്ടോൺ, ദിസ് ഇസ് ന്യൂട്രോൺ. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ആറ്റമിക് നമ്പർ. റൈറ്റ്. നൗ N എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. 13-ന് 6 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 12. എത്ര ഉള്ളൂ? 7 ന്യൂട്രോൺ. ക്ലിയർ? റൈറ്റ്. കുഴപ്പമില്ലല്ലോ. റൈറ്റ്. അപ്പോൾ ഞാൻ വെറുതെ ഒരു നമ്പർ ഇട്ടൊന്നും വിചാരിച്ചോ മതിട്ടോ. ഞാൻ ഇങ്ങനെ ഇൻഡിക്കേഷൻ വരുമ്പോൾ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എക്സാമ്പിൾ. റൈറ്റ്. ക്ലിയർ ആയിരിക്കണേ? റൈറ്റ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിയർ. ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിയർ. ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് ഐസോട്ടോപ്സ്. വാട്ട് ഡു യു മീൻ ബൈ ഐസോട്ടോപ്സ്? അതൊക്കെ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ദ ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെയിം എലമെൻറ്റ്. റൈറ്റ്. ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ് whose nuclei have same number of proton but different number of neutrons. H. Spelling it here.
മനസ്സിലായി പറഞ്ഞില്ലേ അത്. അതായത് ഒരേ എലമെൻറ്റിൻ്റെ വകതിരിവാണ് ഈ ഐസോട്ടോപ്സ്. ആ എലമെൻറ്റിന് എന്തുണ്ടാവും, രണ്ട് എലമെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ അതേ എലമെൻറ്റിന് രണ്ട് രൂപങ്ങൾ. ദേ ആർ ഹാവിങ് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ബട്ട് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയേ, സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ദ സെയിം ആറ്റമിക് നമ്പർ അല്ലേ. അപ്പോൾ ദേ ക്യാൻ റൈറ്റ് Z is same, right? ന്യൂട്രോൺ ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ന്യൂട്രോൺ എവിടെ കോൺട്രിബ്യൂഷൻ ചെയ്യണത്, മാസ് നമ്പറിലാണ്. ദാറ്റ്സ് വൈ A is different. നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം. ദാറ്റ് ഈസ് ഫോർ ദ സെയിം എലമെൻറ്റ് ദ പാർട്ടിക്കിൾസ് വിച്ച് ഹാവ് Z same, that is atomic number same but their mass number is different, that type of elements are known as isotopes. എക്സാമ്പിൾ നമ്മൾ ഹൈഡ്രജൻ ആണ് ഏറ്റവും ബെസ്റ്റ്, റൈറ്റ്. 3 ഐസോട്ടോപ്പുകളിൽ വൈഡായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, റൈറ്റ്. പ്രോട്ടിയം, ഡ്യൂട്രിയം ആൻഡ് ട്രിറ്റിയം, റൈറ്റ്. എച്ചാണ് കേട്ടോ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ. ഈ പ്രോട്ടിയത്തിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ എത്ര പ്രോട്ടോൺ ഉണ്ട്, ഒരു പ്രോട്ടോൺ ഉണ്ട് അല്ലേ. 1 എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ അല്ലേ. അപ്പോൾ ഒരു പ്രോട്ടോൺ പോയി കഴിഞ്ഞാൽ എത്ര, 0 ന്യൂട്രോൺ, റൈറ്റ്. ഇവിടെ എത്ര പ്രോട്ടോൺ ഉണ്ട്, ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും. ഇവിടെയോ ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണുമാണ് അല്ലേ. എളുപ്പമല്ലേ. അപ്പോൾ നോക്കിയേ, ഈ എല്ലാ എലമെൻസിലും എന്ത് കോമണാ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് സെയിം ബട്ട് ദെയർ ന്യൂട്രോൺസ് ആർ ഡിഫറെൻറ്റ്, ഹെൻസ് ദേ ആർ ഐസോട്ടോപ്സ്. ക്ലിയർ ആവണ്ട. ക്ലോറിൻ എടുക്കുക, ക്ലോറിൻ്റെത് 2 എണ്ണമാണ് നമുക്ക് അറിയുന്നത്, റൈറ്റ്. 1735 ക്ലോറിൻ 37 17. So number of protons is here 17, here also 17. Number of neutrons here 35 എന്ന് 17 പോയ എത്ര, 18 അല്ലേ. 18 ന്യൂട്രോൺ ആണ്. ഇവിടെ നിന്ന് പോയാൽ 20 ന്യൂട്രോൺ ആണ്, റൈറ്റ്. സോ ദേ ഹാവ് ദ സെയിം പ്രോട്ടോൺ ബട്ട് ഡിഫറെൻറ്റ് ന്യൂട്രോൺസ്. സോ ക്ലോറിൻ്റെ 2 ഐസോട്ടോപ്സ് ആണ് ഈ കാണുന്നത്, റൈറ്റ്. അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാലേ അത് സ്ഥിരം പിള്ളേർക്ക് വരാറുള്ള ഡൗട്ടാണ്. പക്ഷേ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ച സ്ഥിതിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ദാറ്റ്സ് വൈ ഐ എം ഗോയിങ് ടു ടേക്ക് ഇറ്റ് ആസ് സൂൺ or as fast as possible, right? പീരിയോഡിക് ടേബിളിൽ നമ്മൾ ചില എലമെൻറ്റ്സ്, അതായത് ക്ലോറിന് അതിൻ്റെ ആറ്റമിക് മാസ് 35.5 എന്നാണ്. അതേമാതിരി പൊട്ടാസ്യത്തിൻ്റെ 39.5 എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആറ്റമിക് മാസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയോൺസ്, അല്ലേ ന്യൂട്രോൺസ്, നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻറ്റു 1 AMU ആണ് അല്ലേ. ഓരോ ന്യൂക്ലിയോണിൻ്റെയും അത് ഇൻറ്റു 1 AMU. അങ്ങനെ എടുക്കുമ്പോൾ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എപ്പോഴും ഒരു ഹോൾ നമ്പറാണ് അല്ലേ, ഇൻറ്റിജറാണ്. അതിലൊരിക്കലും ഡെസിമൽ വരുന്നില്ല. എന്നിട്ടും നമുക്ക് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡെസിമൽ ആറ്റോമിക് മാസസ് വരുന്നുണ്ട്. സോ ഹൗ ഡസ് ഫ്രാക്ഷണൽ ആറ്റമിക് മാസ് കംസ് അപ്പ്, റൈറ്റ്. ഇത് ഐസോട്ടോപ്സിൻ്റെ ഫോർമേഷൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഫ്രാക്ഷൻ. അതായത് നേച്ചറിൽ ഒരു എലമെൻറ്റ് പല രൂപത്തിൽ തന്നെ ഇരിക്കുന്നു, റൈറ്റ്. ദർ ഇസ് റിച്ച് എമൗണ്ട് ഓഫ് ഐസോട്ടോപ്സ് ഓഫ് ദ സെയിം എലമെൻറ്റ്, റൈറ്റ്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ നമ്മൾ പറയില്ല ഒരേ സാധനത്തിൻ്റെ പല പല രൂപങ്ങളുണ്ടെങ്കിൽ നമ്മൾ മൊത്തം അറിയാൻ വേണ്ടി അതിൻ്റെ ആവറേജ് എടുക്കും, റൈറ്റ്. സോ ദാറ്റ്സ് വൈ യു ആർ ആക്ച്വലി ഫൈൻഡ് ആവറേജ് ആറ്റമിക് മാസ് ഓഫ് ദോസ് മെറ്റീരിയൽ ഓർ ദോസ് എലമെൻറ്റ്സ് which have more than one isotopes. അപ്പോൾ ആവറേജ് atomic mass of that element becomes A1N1. ഫോർമുല എഴുതി ഞാൻ പറഞ്ഞുതരാം. A + A2N2 + A3N3 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ഐസോട്ടോപ്സ്. അതിൽ A1 എന്ന് പറയുന്നത് ആറ്റമിക് മാസ് ഓഫ് ഫസ്റ്റ് ഐസോട്ടോപ്പ്, റൈറ്റ്. A2 എന്ന് പറഞ്ഞാൽ എന്താ, ആറ്റമിക് മാസ് ഓഫ് സെക്കൻഡ് ഐസോട്ടോപ്പ്. അങ്ങനെ A3 എന്ന് പോവാം. ഇനി N1 എന്താണ്, ഫസ്റ്റ് ഐസോട്ടോപ്പ് എത്ര പെർസെൻറ്റേജ് ഉണ്ട് നേച്ചറിൽ, പെർസെൻറ്റേജ് ഓഫ് ഐസോട്ടോപ്പ് 1, റൈറ്റ്. N2 എന്ന് പറഞ്ഞാൽ എന്താ, പെർസെൻറ്റേജ് ഓഫ് ഐസോട്ടോപ്പ് 2, റൈറ്റ്. ഒന്ന് മനസ്സിലായല്ലോ. കെമിസ്ട്രി നിങ്ങൾ പഠിച്ചുള്ളതാണ്, നല്ല കാര്യമാണ് കേട്ടോ. ഞാനിത് ഫാസ്റ്റ് എടുത്ത് പോകുന്നത് ബിക്കോസ് ഐ ബിലീവ് യു ഗൈസ് ഹാവ് ലേൺഡ് ഇറ്റ് ഇൻ കെമിസ്ട്രി. അപ്പോൾ ക്ലോറിന് 2 ഐസോട്ടോപ്പ്, എക്സാമ്പിൾ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന്. ക്ലോറിന് 2 ഐസോട്ടോപ്പ് ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, 35 ഇവിടെ 17 പിന്നെ 37, റൈറ്റ്. ഇവിടെയും 17 സെയിം. ഇതൊന്ന് മാറ്റിയിട്ട് കേട്ടോ, 17 ഏതാണ്ട് കോഡ് മാഷമായിരിക്കുന്നത്. ഇത് 17 ഇങ്ങോട്ട് വന്നിരുന്നത്.
റൈറ്റ് ഈ ലോകത്ത് പെർസെൻറ്റേജ് വെച്ചിട്ട് അറൗണ്ട് ആണ് കേട്ടോ പറഞ്ഞത് 75% ഈ ഫോമും ഈ ഐസോട്ടോപ്പും ഏതാണ്ട് 25% ഈ ഫോമിലുള്ള ഐസോട്ടോപ്പുള്ള ക്ലോറിനാണുള്ളത് കേട്ടോ. അപ്പോൾ ആവറേജ് റൈറ്റ് ആവറേജ് ആറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ ഇസ് ഈക്വൽ ടു A1 റൈറ്റ്. അതായത് ഇതിൻ്റെ ആറ്റമിക് മാസ് 35 അല്ലേ റൈറ്റ്. അല്ലെങ്കിൽ മാസ് നമ്പർ എന്ന് ആലോചിക്കാം നമുക്ക്. അത് ഇൻറ്റു അതിൻ്റെ ഒക്കറൻസ് എത്ര 75%. അപ്പോൾ ബൈ 100 പ്ലസ് A2 അതിൻ്റെ എത്ര 37 റൈറ്റ് ഇൻറ്റു 25%. ക്ലിയർ. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 35 ഇൻറ്റു 3/4 പ്ലസ് 37 ഇൻറ്റു 1/4 അല്ലേ. 35 15 105/4 പ്ലസ് 37/4 രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 142/4. അപ്പോൾ 35.5 കിട്ടും. കിട്ടിയാൽ നമുക്ക് AMU റൈറ്റ്. Clear? That's how you got the chlorine as having 35.5 AMU. Clear ആവുണ്ടാ റൈറ്റ്. അപ്പോൾ ഐസോട്ടോപ്സ് കാരണമാണ് ചില എലമെൻസിന് ഫ്രാക്ഷണൽ ആറ്റോമിക് മാസസ് ഉണ്ടാകുന്നത്. അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക്. ഹൗ ഡസ് ആൻ ഫ്രാക്ഷണൽ ആറ്റോമിക് മാസ് കം അബൌട്ട് ഇൻ സം എലമെൻറ്റ്സ്. ക്ലിയർ. നൗ സെക്കൻഡ് ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ യു ഹാവ് ടു ലേൺ ഇസ് ഐസോബാർ എന്ന് പറഞ്ഞിട്ട് സ്പെല്ലിംഗ് തെറ്റിപ്പോയി. Isobar. Right? Now what is the definition of isobar? Atoms of different elements. Right? ഇതെന്തുവാണ് ഇതിൻ്റെ മുകളിൽ പോയി ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. കഴിഞ്ഞ കേസിൽ ഐസോട്ടോപ്പ് എന്തായിരുന്നു? സെയിം എലമെൻ്റ് ആയിരുന്നു. ഇവിടെ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹൂസ് ന്യൂക്ലിയൈ ഹാസ് ഇതെന്താണോ ഷാന്നായി പോയത്. ഹാസ് അല്ലെങ്കിൽ ഹാവ് നോക്കാം നല്ലത്. ഹാവ് സെയിം നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. അതായത് ന്യൂക്ലിയസിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആണ്. ബട്ട് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഞാൻ പി എൻ്റെ തന്നെ എഴുതണമായി നിങ്ങൾ എഴുതുന്നിട്ട് നിങ്ങൾ പ്രോട്ടോൺസ് ന്യൂട്രോൺസ് തന്നെ എഴുതണേ റൈറ്റ്. അപ്പോൾ ഐസോബാർ എന്താ? ഡിഫറെൻറ്റ് എലമെൻറ്റ്. കഥാപാത്രങ്ങൾ വേറെയാണ്. അവരുടെ മൊത്തം ആറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ സെയിം ആണ്. ദേ ഹാവ് സെയിം മാസ് നമ്പർ സെയിം ആണ് റൈറ്റ്. ബട്ട് ദെയർ ഇസ് സെഡ് അതായത് ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോട്ടോൺസ് വ്യത്യാസമുണ്ട്. ക്ലിയർ ആവുണ്ടോ? സോ ദേ ആർ ഹാവിങ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് ആറ്റമിക് നമ്പർ. ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ കാർബണിലാണ് പഠിക്കുക. കാർബൺ 14 റൈറ്റ്. ഇതിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? 6 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ എത്ര ന്യൂട്രോൺ ഉണ്ടാവും? 8 ന്യൂട്രോൺ. നമുക്ക് താഴെ എഴുതി പോയിരുന്നു അല്ലേ. അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എഴുതിയപ്പോൾ ഇത്തിരി വൃത്തി എനിക്ക് തോന്നുന്നു. തെറ്റി കാരണമല്ല കേട്ടോ, ഭംഗിക്ക് എഴുതണം. അപ്പോൾ കാർബൺ 14 എടുക്കുക റൈറ്റ്. നൈട്രജൻ രണ്ട് ഡിഫറെൻറ്റ് എലമെൻ്റ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇത് അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാ ഒന്ന് താഴേക്ക് എഴുതാം റൈറ്റ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? 6. മൊത്തം എത്രയാ? ഉണ്ടാ 14. their mass number is same, that is number of nucleons is same 14 and 14. Number of protons here is 7. Here neutron will be what? 8, right? Here the neutron is 7 itself. ഉണ്ടാ അവരുടെ പ്രോട്ടോണും ഡിഫറെൻ്റ് ആണ്, ന്യൂട്രോൺസും ഡിഫറെൻ്റ് ആണ്, പക്ഷെ അവരുടെ mass number or A is same. I can say nucleons, total nucleons is same. This type of material is known as isobars. Clear ആവുക? നെക്സ്റ്റ് തേർഡ് നിങ്ങൾ അറിയേണ്ടത് ഐസോട്ടോൺസ് ആണ്. ഐസോട്ടോൺസ് റൈറ്റ്. അഗെയിൻ ഡിഫറെൻ്റ് എലമെൻസിൻ്റെയാണ് കേട്ടോ. ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് റൈറ്റ് whose nuclei has same number of neutrons. ഞാൻ എന്നെ എഴുതുള്ള നിങ്ങളങ്ങനെ എഴുതിട്ടാ ന്യൂട്രോൺസ് ബട്ട് ഡിഫറെൻറ്റ് പ്രോട്ടോൺസ് റൈറ്റ്. സെയിം ന്യൂട്രോൺസ് ആയിരിക്കും
ഡിഫറെൻറ്റ് പ്രോട്ടോൺസ്. അപ്പോൾ അതിൻ്റെ എയും സെഡ് എന്തായിരിക്കും? മാസ് നമ്പർ മാറുമോ? മാറില്ലേ? രണ്ടും തുല്യം അല്ല, റൈറ്റ്? അവർക്ക് എന്താണ് രണ്ടും തുല്യം എന്ന് ഉദ്ദേശിക്കുന്നത്? ന്യൂട്രോൺസ് അവരുടെ സെയിം ആണെങ്കിലും പ്രോട്ടോൺസ് സെയിം അല്ലെങ്കിൽ ഒബ്വിയസ്ലി മാസ് നമ്പർ മൊത്തം മാറില്ലേ? സോ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. നൗ സിൻസ് ഓൾറെഡി പി is different, their atomic number is also different. ക്ലിയർ ആയ? ഇപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ലിത്തിയം, റൈറ്റ്, ആൻഡ് ബെർലിയം, റൈറ്റ്. ഇതിൻ്റെ ബോർഡറിൽ കയറി പോരുന്നുണ്ടോ? നോക്കിയേ, ഇവർ രണ്ടുപേരുടെയും എത്ര പ്രോട്ടോൺ ഉണ്ട്? ഇവിടെ പ്രോട്ടോണും ഇവിടെ ന്യൂട്രോൺ. 3, 4 കണ്ടോ? പക്ഷെ 7, 3 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 4, 8 നിന്ന് 4 കുറച്ചാലും 4. സോ ദേ ആർ ഹാവിങ് സെയിം ന്യൂട്രോൺ ബട്ട് their proton is different. So they are an example of isotones. Clear ആയ? റൈറ്റ് റൈറ്റ് റൈറ്റ്. ഇനി തുടർന്ന് പോവുകയാണ്. എനിക്ക് ഇനി തോന്നുന്നത് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കാത്ത ഭാഗമാണെന്ന് വിശ്വസിക്കാൻ പോകണം. വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന സെക്ഷനിലേക്ക് പോകുന്നത്, വിച്ച് ഇസ് ഔട്ട് ഓഫ് സിലബസ് ആസ് പെർ യുവർ ഇയർ, റൈറ്റ്. അപ്പോൾ ന്യൂക്ലിയസ് ഷേപ്പ്, സൈസ് ആൻഡ് ഡെൻസിറ്റി. ഇതൊന്നും സിലബസിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടില്ല കേട്ടോ, റൈറ്റ്? എടുത്ത് കളഞ്ഞിട്ടുള്ള ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ടോപ്പിക് എടുക്കും, റേഡിയോ ആക്ടിവിറ്റി. അതെടുത്ത് കളഞ്ഞതാണ്. പക്ഷേ ഞാനത് എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല, ബിക്കോസ് നീറ്റിൽ വന്നാൽ നമ്മൾ പെടും. ബിക്കോസ് വെരി ഉഗ്രൻ ക്വസ്റ്റ്യൻസ് വയ്ക്കാവുന്നതാണ് നീറ്റിൽ അതിൽ. ഓക്കെ, സോ ഫസ്റ്റ് ആസ് ദ ടോപ്പിക് സ്റ്റേറ്റഡ് വിൽ ടോക്ക് അബൌട്ട് ഷേപ്പ്. എല്ലാ പ്രാക്ടിക്കൽ പർപ്പസസിലും വേണ്ടിയിട്ട് നമ്മൾ ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് എപ്പോഴും സ്ഫെറിക്കലായിട്ട് ഇതെന്തത് ഷീപ്പ് എന്ന് എഴുതാൻ പോയത് ഞാൻ സ്ഫെറിക്കലാണ്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് എ ന്യൂക്ലിയസ്? ഇറ്റ് ഈസ് സ്ഫെറിക്കൽ, റൈറ്റ്? ശരിക്കും സ്ഫെറിക്കലല്ല, കുറച്ചുണ്ട് വ്യത്യാസങ്ങൾ. പക്ഷേ ആ ഡീവിയേഷൻ, അതായത് സ്ഫിയറിൻ്റെ ഷേപ്പിൽ നിന്ന് ഡീവിയേഷൻ വരുന്ന വെറും 10% താഴെ സ്ഫെറിക്കൽ ഷേപ്പിൽ നിന്ന് അതിൻ്റെ ഡീവിയേഷൻ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഡിവിഷൻ നെഗ്ലക്ട് ചെയ്തിട്ട് വി സേ ദ ഷേപ്പ് ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ഓൾവേസ് സ്ഫെറിക്കൽ, റൈറ്റ്? ഇപ്പോൾ നെക്സ്റ്റ് എന്താ എഴുതിയിരിക്കുന്നത്? സൈസ്, റൈറ്റ്? സൈസ് നമ്മളോട് ചോദ്യം ഒരു കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയസിനെ പറ്റിയിട്ട് കുറേ പഠിച്ചു. അപ്പോൾ പഠിച്ചപ്പോൾ ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുകയാണ്, എല്ലാ എലമെൻസിൻ്റെയും ന്യൂക്ലിയസിൻ്റെ സൈസ് സെയിം ആയിരിക്കുമോ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ന്യൂക്ലിയസിൽ ഇറ്റ്സ് ആക്ച്വലി ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂട്രോണും പ്രോട്ടോണും കൂടിയിട്ടാണ്, അല്ലേ? അപ്പോൾ ചിലതിന് ന്യൂട്രോൺ കൂടുതലാണ്, ചിലതിന് പ്രോട്ടോൺ കൂടുതലാണെന്ന് വരുമ്പോൾ ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ നോട്ട് ഷേപ്പ്, സൈസ് വലുതാവും, അല്ലേ? കറസ്പോണ്ടിങ്ങിൽ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ആണോ എന്ന് നോക്കണം, റൈറ്റ്? ക്ലിയർ? പക്ഷേ ഇത് കോമൺ നോളജാണല്ലേ, ആണോ ഇല്ലയോ എന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? Someone asks you, so you can explain, right? Some of them will be having higher number of neutrons, they may be having higher number of protons. So depending upon that, the size changes. അല്ലേ? ക്ലിയർ? അത് നോക്കിയേ, ഇപ്പോൾ നമ്മൾ പ്രോട്ടിയം എടുക്കുകയാണെങ്കിൽ ഇതുവരെ, റൈറ്റ്? അപ്പോൾ അത് H1, അതിലെന്താ 1 പ്രോട്ടോണും ഇനി ഇവിടെ ഏതുണ്ട് 0 ന്യൂട്രോൺ, അല്ലേ? പ്രോട്ടിയത്തിന്, അല്ലേ? എന്നാൽ നമ്മൾ സോഡിയത്തിൻ്റെ അടുത്ത് നോക്കിയാലോ 23, 11, അല്ലേ? 11 പ്രോട്ടോണും ഉണ്ടാവും, 23, 12, എന്താ 2 പി എഴുതി പോയി, സോറി കേട്ടോ, ന്യൂട്രോൺ ഉദ്ദേശിച്ചത്, പറഞ്ഞത് തെറ്റിപ്പോയതാണ്, 12 ന്യൂട്രോൺ. അപ്പോൾ ആർക്കായിരിക്കും വലിപ്പം കൂടുതലല്ലേ? ഒബ്വിയസ്ലി സോഡിയം ഇസ് ഹാവിങ് ലാർജർ സൈസ് ദാൻ പ്രോട്ടീൻ. ക്ലിയർ? റൈറ്റ്. അപ്പോൾ ഇനി സൈസ് എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് റേഡിയസ്, അല്ലേ? അതല്ലേ സൈസ്, നമ്മൾ സ്ഫിയറാന്ന് പറഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ റേഡിയസ് എത്രത്തോളം ആണെന്നുള്ളത് നമുക്കറിയണം, റൈറ്റ്? ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാസ്, റൈറ്റ്? മാസിനനുസരിച്ച്, മാസ് എന്ന് പറഞ്ഞാൽ എന്തോടൂ? എ, അല്ലേ? മാസ് നമ്പർ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോണിൻ്റെ, അല്ലേ? അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ നമ്മൾ തിയററ്റിക്കലായിട്ട് പറഞ്ഞു, യെസ്, ദ സൈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഹൗ വി ആർ ഗോയിങ് ടു പ്രൂവ് ഇറ്റ് മാത്തമാറ്റിക്കലി എന്നുള്ളതാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ, റൈറ്റ്? ക്ലിയർ ആവുണ്ട്? അതായത് ഓരോ എലമെൻറ്റിന് അല്ലെങ്കിൽ ഓരോ ആറ്റമിന് ഡിഫറെൻറ്റ് സൈസസ് ആണ്. വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് വൺ, റൈറ്റ്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഫിയറിക്കൽ ഷേപ്പാണ് ന്യൂക്ലിയസിനെ തീരുമാനിച്ചു, സ്ഫിയർ. അതിൻ്റെ റേഡിയസ് 6 ആണെന്ന് വിചാരിക്കുക, അല്ലേ? സോ വാട്ട് വിൽ ബി ദ വോള്യൂം ഓഫ് ദാറ്റ് സ്ഫിയർ? ഇറ്റ് വിൽ 4/3 πr cube,
അല്ലേ? അപ്പോൾ എക്സ്പെരിമെൻ്റലി റൂദർഫോർഡ് ചേട്ടൻ കണ്ടുപിടിച്ചിട്ടുള്ളത് വോള്യം ഓഫ് ന്യൂക്ലിയസ്, അതായത് ഈ ന്യൂക്ലിയസിൻ്റെ വോള്യം ഇസ് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. ഈക്വൽ അല്ല കേട്ടോ, പ്രൊപ്പോർഷണൽ. അതായത് എത്രത്തോളം ന്യൂക്ലിയൻസ് കൂടുന്നോ അത്രത്തോളം ന്യൂക്ലിയസിൻ്റെ വോള്യം കൂടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹി സെഡ് ദാറ്റ് എക്സ്പെരിമെൻ്റലി ഹി ഹാസ് പ്രൂവ്ഡ് ദാറ്റ് വോള്യം ഓഫ് ദ ന്യൂക്ലിയസ് ഇസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. ക്ലിയർ ആവുണ്ടാ? റൈറ്റ്. അതായത് ഇപ്പോൾ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോണിൻ്റെ നമ്പർ കൂടിക്കഴിഞ്ഞാൽ അത്രത്തോളം വലുതായിരിക്കും ന്യൂക്ലിയസ്. പ്രോട്ടോണിൻ്റെ നമ്പർ കുറഞ്ഞതാണെങ്കിൽ ന്യൂക്ലിയസ് അത്രയും ചെറുതായിരിക്കും. ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ക്ലിയർ ആവുണ്ടാ? റൈറ്റ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ന്യൂക്ലിയോൺസാണ് സം ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ അല്ലേ? അപ്പോൾ സം ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ നമ്മൾ എന്താ പറയുക? മാസ് നമ്പർ എന്ന് പറയും. സോ ഹി സെഡ് വോള്യം ഓഫ് ന്യൂക്ലിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? ആറ്റമിക് മാസ് ഓർ മാസ് നമ്പർ അല്ലേ? ക്ലിയർ? ആറ്റമിക് മാസിനേക്കാൾ നമ്മൾ മാസ് നമ്പർ എന്ന് പറയുമായിരിക്കും നല്ലത്. റൈറ്റ്. സോ ഇത് ന്യൂമറിക്കൽ വാല്യൂ ആണ്. വോള്യത്തിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ തന്നെ നമ്മൾ എഴുതിയെന്താ? 4/3 പൈ ആർ ക്യൂബ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ക്ലിയർ? റൈറ്റ്. അപ്പോൾ പ്രൊപ്പോർഷണൽ ടു എ. അപ്പോൾ ഇത് മുഴുവൻ കോൺസ്റ്റൻ്റ് അല്ലടോ. സോ ഇതിൽ നിന്ന് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ആർ ക്യൂബ് ഈസ് പ്രൊപ്പോർഷണൽ ടു എ. റൈറ്റ്. അതായത് ക്യൂബ് ഓഫ് റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ് മാറ്റാനാണ് ഉദ്ദേശിച്ചത്. എ എഴുതിയപ്പോൾ കൂടുതലായി. റൈറ്റ്. ക്ലിയർ ആവുണ്ടോ അല്ലേ? So r cube, that is the radius of the spherical shape of the radius of the nucleus is to the power 3 is proportional to what? Mass number. അല്ലേ? കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? r is proportional to a raised to 1/3 എന്ന് അല്ലേ? ഈ 3 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 1/3 ആയില്ലേ? എഴുതാം. ഈ പ്രൊപ്പോർഷനിലെ കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ടുവന്നിരിക്കാൻ പോകുന്നത് r0 a raised to 1/3. Right? This is the relationship between radius of a sphere and mass number. Sphere അല്ലെങ്കിൽ radius of the nucleus and mass number. ഈ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ഇതിൽ ആർ പറഞ്ഞാൽ എന്താണോ? റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ്. r0 ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? ആൻഡ് റൈറ്റ് ഡൗൺ ദ വാല്യൂ ഓഫ് ദാറ്റ് കോൺസ്റ്റൻ്റ് വാല്യൂ വിച്ച് ഇസ് 1.2 ഫെർമി. ഫെർമി എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻⁻15. സോ 1.2 × 10⁻⁻15 മീറ്റർ കേട്ടോ. റൈറ്റ്. ഇതാണ് r0ൻ്റെ വാല്യൂ. വട്ട് ഇസ് എ? ഇറ്റ് ഇസ് മാസ് നമ്പർ. ഈ ക്വസ്റ്റൻ ബൈ ഹാർട്ട് ചെയ്യണം. ക്ലിയർ ആവുണ്ടോ? പിന്നെ നെക്സ്റ്റ് ഒരു കുഞ്ഞേത് സൈസ് കഴിഞ്ഞു അല്ല, ഷേപ്പ് കഴിഞ്ഞു, സൈസ് കഴിഞ്ഞു. പിന്നെ എന്താണ്? ന്യൂക്ലിയർ ഡെൻസിറ്റി. റൈറ്റ്. ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ്, അതിനാണ് ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ആദ്യമേ പറയാണ് എല്ലാ എലമെൻറ്റും ലോകത്തുള്ള ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ എലമെൻറ്റിൻ്റെയും ഡെൻസിറ്റി സെയിം ആണ്. റൈറ്റ്. ക്ലിയർ? പൊതുവേ സെയിം എന്ന് പറഞ്ഞാൽ അങ്ങനെ എക്സാക്റ്റ് അല്ല, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ക്ലിയർ? ഇറ്റ്സ് ക്വൈറ്റ് സിമിലർ എന്ന് പറയാം. റൈറ്റ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ സൈസ് വലിയ വ്യത്യാസങ്ങളായിരിക്കും. റൈറ്റ്. പക്ഷേ ബട്ട് ഡെൻസിറ്റി റിമെയിൻസ് സെയിം. സിമിലർ. സെയിമിനേക്കാളും നല്ല സിമിലർ. വാട്ട് ഇസ് ഡെൻസിറ്റി ഓഫ് എനി ഒബ്ജക്റ്റ്? മാസ് ബൈ വോള്യൂം അല്ലേ? അപ്പോൾ മാസ് ഓഫ് ന്യൂക്ലിയസ് ബൈ മാസ് ഓഫ് മാസ് ഓഫ് ന്യൂക്ലിയസ് ബൈ മാസ് ഓഫ് ന്യൂക്ലിയസ് ഒക്കെ ചെയ്യുക. അയ്യോ വോള്യൂം ഓഫ് ന്യൂക്ലിയസ്. കാര്യം പഠിക്കിട്ടില്ല. റൈറ്റ്. സോ വാട്ട് ഇസ് മാസ് ഓഫ് ന്യൂക്ലിയസ്? മാസ് നമ്പർ ഇൻറ്റു 1 AMU divided by what is volume of nucleus? 4/3 pi r cube. ആണോ? റൈറ്റ്. അതിന് a ഇൻറ്റു 1 AMU. ആർ ക്യൂബിന് നമ്മൾ കുറച്ച് നേരത്തെ ഓർമ്മ എഴുതിയതാണ്. r is equal to r0 ഇൻറ്റു a raised to 1/3 എന്ന് എഴുതിയില്ലേ? അപ്പോൾ ആർ ക്യൂബ് എന്താവും? r0 ക്യൂബ്. ഇതിൻറ്റു raised to 3 എന്ന് വരുമ്പോൾ എന്താ? a എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഹിയർ. 4/3 pi r0 ക്യൂബ് ഇൻറ്റു a. ഈ a ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ I can write 1 AMU. എത്ര 1 AMUവിൻ്റെ വാല്യൂ? 1.67 × 10⁻⁻27 കിലോഗ്രാം ഡിവൈഡഡ് ബൈ 4/3 പൈ 22/7. വട്ട് ഇസ് r0ൻ്റെ വാല്യൂ എഴുതിയത് ഓർമ്മണ്ട? 1.2 × 10⁻⁻15 ഹോൾ ക്യൂബ്. റൈറ്റ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്
not exact value but similar value of 2 into 10 to power 17 kilogram per meter cube എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കിട്ടും. റൈറ്റ്, ഇതിൽ നോക്കിയേ ഈ ഇക്വേഷനിലേ ഞാൻ ഇവിടെ മായ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. റൈറ്റ്, ഇതിൽ R0 കോൺസ്റ്റൻറ്റ്, പൈ കോൺസ്റ്റൻറ്റ്, 4/3 കോൺസ്റ്റൻറ്റ്, 1 AMU കോൺസ്റ്റൻറ്റ് അല്ലേ. സോ ഡെൻസിറ്റി ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്. മനസ്സിലാവുണ്ടോ? അത് ദ അപ്രോക്സിമേറ്റ് ഡെൻസിറ്റി ഓഫ് ഓൾ ന്യൂക്ലിയസ് or I can say all the nuclei have the same density. Clear ആവുണ്ടോ? റൈറ്റ്, ഇനി വരാൻ പോകണം വലിയൊരു ടോപ്പിക്കാണ്. അതിൻ്റെ കുറച്ച് സ്വല്പം ഭാഗമാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. റൈറ്റ്, സോ റൈറ്റ് ദ ഹെഡിങ് റേഡിയോ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് ബീൻ റിമൂവ്ഡ് ഫ്രം യുവർ സിലബസ്. ഐ എം റിപ്പീറ്റിംഗ്, ഇറ്റ് ഈസ് ബീൻ റിമൂവ്ഡ് ഫ്രം യുവർ സിലബസ്, ബട്ട് ഐ വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ എം ടേക്കിംഗ് ഇറ്റ്. സോ റേഡിയോ ആക്ടിവിറ്റി, റൈറ്റ്, അതായത് നമ്മൾ ഒരു റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു ഫിനോമിനൻ. റൈറ്റ്, അപ്പോൾ ന്യൂക്ലിയൈ രണ്ട് രീതിയിലാണുള്ളത്. സ്റ്റേബിൾ ന്യൂക്ലിയൈ ഉണ്ട്, അൺസ്റ്റേബിൾ ന്യൂക്ലിയൈ. ലോകത്തുള്ള മിക്ക ന്യൂക്ലിയസും സ്റ്റേബിളാണ്. അൺസ്റ്റേബിൾ ആയിരിക്കുന്നത് ലെസ് ദാൻ 260 ന്യൂക്ലിയസ് മാത്രമേ അൺസ്റ്റേബിൾ ആയിരിക്കുന്നുള്ളൂ. ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയയെ സ്റ്റേബിൾ ആവാൻ വേണ്ടി ദേ എമിറ്റ് ഐദർ ആൽഫ ഓർ ബീറ്റ അലോങ് വിത്ത് ഗാമ. അതായത് ഗാമ ആൽഫ സെക്രീഷൻ നടക്കുമ്പോഴും ഗാമ ഉണ്ടാവും, ബീറ്റ എമിഷൻ ഉണ്ടാകുമ്പോഴും ആൽഫ ഉണ്ടാവും. റൈറ്റ്, സോ ഐദർ ആൽഫ അല്ലെങ്കിൽ ബീറ്റ എമിഷൻ നടത്തും. എന്തിന്? അൺസ്റ്റേബിളിന് എപ്പോഴും സ്റ്റേബിൾ ആവാനുള്ള ആഗ്രഹമുള്ളത്. Right, in order to achieve this stability, an unstable nuclei emit alpha and beta, right, and or, right, with gamma. This type of emission of this radiation so that the unstable nuclei become stable, that phenomena is known as radioactivity. എന്താണ് റേഡിയോ ആക്ടിവിറ്റി? ക്ലിയർ ആവുണ്ടോ? ഇതൊരു ന്യൂക്ലിയർ ഫിനോമിനയാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുപോയിട്ട് കെമിസ്ട്രീൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ കൊണ്ടുപോയി ഇറക്കരുത്. ഇത് ന്യൂക്ലിയസ് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഫിസിക്സ് പ്യുവറാണ്, കെമിസ്ട്രി കൊണ്ടുപോയി കലർത്തരുത്, കളയാണ്ടാവില്ല. റൈറ്റ്, ഈ ആൽഫ ബീറ്റ ഗാമ, റൈറ്റ്, ഇതൊക്കെ എടുത്ത് കളഞ്ഞോട്ടെ സിലബസിൽ നിന്ന്. എന്നാലും ഞാൻ പറയാം, ആൽഫ ബീറ്റ ഗാമ അല്ലേ, ഇതിൻ്റെ എല്ലാം എമിഷനും റൈറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് വാട്ട് ന്യൂക്ലിയൈ. അല്ലാണ്ട് അതിൽ ഇലക്ട്രോണിൻ്റെ പാർട്ടിസിപ്പേഷൻ नहीं है. ഓക്കെ, right? So nuclear phenomena is radioactivity. അപ്പോൾ റേഡിയോആക്ടിവിറ്റി എന്ന് പറഞ്ഞത് ഒരു ന്യൂക്ലിയർ ഫിനോമിനയാണ്. അതുകൊണ്ടാണ് സാധാരണ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ ഫാസ്റ്റ് അപ്പ് ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചർ കൂടുക, പ്രഷർ കുറയ്ക്കുക, അങ്ങനെ കൂട്ടുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ. അങ്ങനെ ഒന്നും ന്യൂക്ലിയർ റിയാക്ഷൻസിൽ ദർ ഇസ് നോ ഡിപ്പെൻഡൻസി ഓൺ ടെമ്പറേച്ചർ, പ്രഷർ ഓർ എനി അതർ ഫിസിക്കൽ കണ്ടീഷൻസ്. ക്ലിയർ? ഇത് ഹെൻറി ബെക്വറൽ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ് ഏറ്റവും ആദ്യം ഈ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. അതും അബദ്ധം കൊണ്ടെന്ന് പറയാം, ബട്ട് പറയുന്നു. റൈറ്റ്, അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തോന്നും അപ്പോൾ സുപ്രഭാതത്തിൽ അതിൻ്റെ മുകളിൽ കൊണ്ട് യുറാനിയം വെച്ചാലോ ഒന്നും ഇല്ലല്ലോ. റൈറ്റ്, അപ്പോൾ വാട്ട് ഹി ഡിഡ് ഇറ്റ്, ഹി ടുക്ക് എ ബ്ലാക്ക് സർഫസ് ലൈക്ക് ദിസ്. റൈറ്റ്, ഇതിൻ്റെ ഉള്ളിൽ അദ്ദേഹം യുറേനിയത്തിൻ്റെ കുറച്ച് പാർട്ടിക്കിൾസ് ഇങ്ങനെ തൂവി. റൈറ്റ്, ഇതൊരു ബ്ലാക്ക് ഡിസ്ക് ആണെന്ന് വിചാരിക്കട്ടോ. അതിൻ്റെ മുകളിൽ യുറാനിയത്തിൻ്റെ കുറച്ച് പാർട്ടിക്കിൾസ് തൂവി. റൈറ്റ്, എന്നിട്ട് അദ്ദേഹം ഇത് ബാക്കിൽ ഒരു സിൽവർ ഫോയിൽ വെച്ചു. റൈറ്റ്, അതിനുശേഷം ഒരു സ്ക്രീനും വെച്ചു. അപ്പോൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് ഇതൊന്നും വരാൻ പാടില്ല അല്ലേ. പക്ഷേ വാട്ട് ഹി ഡിഡ് സോ വാസ് സം ഓർ ഒരുപാട് ലൈറ്റ് അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് ഇവിടെ സ്ക്രീനിലുണ്ടായി. അതായത് ഒന്നും നിങ്ങൾക്ക് നൽകാതെ തന്നെ something has been emitted by this uranium particles, right? And that is an example of radioactivity. Right? അപ്പോൾ ഈ ഏതൊക്കെ ന്യൂക്ലിയർ ആയിരിക്കും സ്റ്റേബിൾ, ഏതൊക്കെ സ്റ്റേബിൾ അല്ല എന്നറിയാൻ വേണ്ടിയിട്ട് യു യൂസ് എ സ്റ്റെബിലിറ്റി ബെൽറ്റ്. ഒരു സ്റ്റെബിലിറ്റി ബെൽറ്റ് ഉണ്ട് ഇൻ ഓർഡർ ടു നോ നിങ്ങളുടെ പീരിയോഡിക് ടേബിളിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആയിരിക്കും സ്റ്റേബിളും ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് അൺസ്റ്റേബിൾ എന്ന്. അപ്പോൾ അൺസ്റ്റേബിൾ ആയതായിരിക്കും റേഡിയോ ആക്റ്റീവ് ആവുക. റൈറ്റ്, അപ്പോൾ ഇതൊക്കെ എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഡാറ്റാസ് ആണ് കേട്ടോ. ഇതിന് തിയറി സെക്ഷൻസുമായിട്ട് ഇത് വളരെയധികം ഒബ്വിയസ്ലി തിയറി ഉണ്ട്, ബട്ട് ഇതെല്ലാം
എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ആയിട്ടുള്ള കേസസിലൊക്കെയാണ് വരാൻ പോകുന്നത് കേട്ടോ. അച്ചട റൈറ്റ്, ലെറ്റ്സ് മേക്ക് എ ഗ്രാഫ് ഗൈസ്. ഉദ്ദേശിച്ചത് വരണം. ആഹാ, സ്ട്രൈറ്റ് ആയാലോ. 10, 20, ഇത് 0 കേട്ടോ ഉദ്ദേശിച്ചത്. 30, 40, 50, 60, 70, 80. കുറേ 10 അതേമാതിരി ഇവിടെ വന്നാൽ മതിയായിരുന്നു. 10, 20, 30, 40, 50, 60, 70, 80. Right. This is Z and this is number of neutrons. അത് വയ്ക്കാൻ Z എഴുതണ്ടല്ലേ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആക്കാം. ശരിയാവില്ല, Z ആവണ്ട. നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ക്ലിയർ ആയാ? റൈറ്റ്. അമ്മച്ചി ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എഴുതാം, അത് കഴിഞ്ഞിട്ട് പടം വരയ്ക്കണുള്ളൂ കേട്ടോ. ആദ്യത്തത്, എക്സ്പെരിമെൻ്റലി ഫൗണ്ട് ദാറ്റ് all the atoms which had atomic number less than or equal to 20, റൈറ്റ്. അതായത് ഏതൊക്കെയാണ് ആറ്റോമിക് നമ്പർ 20 താഴെ വന്നത്, അവിടെയൊക്കെ ഏതൊക്കെ ആറ്റംസിന് N/P റേഷ്യോ ഈക്വൽ ടു അല്ല, ഈക്വലൻ ടു 1, അതായത് 1 ആവണമെന്നില്ല, 1 കുറച്ച് സ്വല്പം ചെറുതായാലും കുഴപ്പമില്ല, റൈറ്റ്. എലമെൻറ്റ്സ് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ, ഓർ ദ ആറ്റംസ്, all those atoms which is having atomic among those atoms ട്ടോ, അല്ലെങ്കിൽ 20 വരെയുള്ള ആറ്റമിക് നമ്പറുള്ള ആറ്റംസിൽ അല്ലെങ്കിൽ എലമെൻസിൽ ഏതൊക്കെ എലമെൻറ്റിന് N/P റേഷ്യോ ഈക്വലൻ ടു 1 ഉണ്ടോ അവരൊക്കെ സ്റ്റേബിളായി കാണപ്പെട്ടു. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, all the elements which had N/P ratio equivalent to 1 till atomic number 20 were found to be stable. 20 ആറ്റമിക് നമ്പറിൻ്റെ ഉള്ളിൽ ഏതൊക്കെ എലമെൻസിന് N/P റേഷ്യോ ഈക്വലൻ ടു 1 ആയോ അവരൊക്കെ സ്റ്റേബിളായി കാണപ്പെട്ടു കേട്ടോ, റൈറ്റ്. അപ്പോൾ 20 വിടലുകൾ ഞാൻ സ്റ്റേബിലിറ്റി വരയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ കളർ എടുത്താലോ, റെഡ് ഇടുകട്ടെ. ആഹാ, ഇത് ഭംഗി, റൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു N/P ഈക്വൽ ടു 1 അവിടെ നിന്നില്ല കേട്ടോ. അതായത് നോക്കിയേ, ഇപ്പോൾ ഹീലിയം എടുത്തു വിചാരിക്കാം, അതായത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും അല്ലേ. P/N റേഷ്യോ എന്താ, 2/2 1 ആണ് അല്ലേ. സോ ഇറ്റ്സ് എക്സ്ട്രാ സ്റ്റേബിൾ 1. അതേമാതിരി കാർബൺ അല്ലേ, എത്രയാ, 6 പ്രോട്ടോൺ 6 ന്യൂട്രോൺ. അഗെയിൻ പ്രോട്ടോൺ ടു ന്യൂട്രോൺ ഈസ് 1. അതായത് മാതിരി നൈട്രജൻ്റെ 14 7:1 അല്ലേ. കാർബൺ 14 അതെടുക്കാം, നോക്കിയെടുക്കുന്നു. കാർബൺ 14 മാറ്റിയിട്ടോ, കാർബണിൻ്റെ 14 6 അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് 6, ന്യൂട്രോൺ ഈസ് 8 അല്ലേ. ക്ലിയർ ആവുണ്ട്. റേഷ്യോ എടുക്കുമ്പോൾ ഏതാണ്ട് 1 അടുത്താണ് അല്ലേ, റൈറ്റ്. അപ്പോൾ ഇതിന് റേഡിയേഷൻസ് ഉണ്ട്, ബട്ട് നോട്ട് ദാറ്റ് മച്ച്. ക്ലിയർ. അപ്പോൾ അൺസ്റ്റേബിൾ ആണ് കേട്ടോ അത്. ക്ലിയർ ആവുണ്ട് വിചാരിക്കുന്നത്. എന്നാൽ അത്രയും വലിയ റേഡിയേഷൻസ് ഇല്ല. അതിൽ തീവ്രത എത്രത്തോളം ഡിഫറൻസ് കൂടണോ, ഏത് 20 വരെ ഉള്ളതിൽ എത്രത്തോളം ഡിഫറൻസ് N/P റേഷ്യോ കൂടണോ അത്രത്തോളം അതിന് റേഡിയോ ആക്ടിവിറ്റി ഉള്ള എലമെൻ്റാണ് വരിക. ക്ലിയർ ആവുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുക എങ്ങനെയാണ് ഈ സ്റ്റെബിലിറ്റി വന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നോക്കട്ടെ. ഒരു ന്യൂക്ലിയസ് എടുത്തു വിചാരിക്കുക, അതിൻ്റെ ഉള്ളിൽ ഞാൻ വെറുതെ എക്സാമ്പിൾ പറയാൻ കേട്ടോ, 2 ന്യൂട്രോൺ 2 പ്രോട്ടോണാന്ന് വിചാരിക്കുക. നമ്മുടെ ഹീലിയത്തിൻ്റെയാന്ന് വിചാരിച്ചോ. പ്രോട്ടോണും തമ്മിൽ റിപ്പൾഷനാണ് ഉണ്ടാവുക അല്ലേ, റൈറ്റ്. അപ്പോൾ ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവുക, തള്ളുന്ന, റൈറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഇത് ചീറിപ്പറിച്ചിങ്ങനെ പൊട്ടിപ്പോകുന്നില്ല. വൈ? ബിക്കോസ് ദർ എക്സിസ്റ്റ് ആൻ അനദർ സ്ട്രോങ്ങർ ഫോഴ്സ് വിച്ച് ഇസ് usually more than the electrostatic force which is between the nucleons. ന്യൂക്ലിയോൺസിൻ്റെ ഇടയിൽ കളർ എടുക്കാം. ന്യൂക്ലിയോൺസിൻ്റെ ഇടയിൽ തന്നെ തമ്മിൽ, അതായത് ബിറ്റ്വീൻ NNP വലുതാക്കിയാലോ, റൈറ്റ്, ബിറ്റ്വീൻ NNP, ബിറ്റ്വീൻ NNN, right, between NNP and between PNP. Between each nucleons there exists an external force or internal force which is nuclear force which is far greater than your electrostatic force, right. അപ്പോൾ ഈ എലമെൻസിൽ, റൈറ്റ്, എവിടെ ഈ N/P റേഷ്യോ ഈക്വൽ ടു 1 ആവുന്ന എലമെൻസിൽ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ദിസ് വൺ ബാലൻസസ് ദ ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ അവർ സ്റ്റേബിളായിട്ടിരിക്കും. അതാണ് അതിൻ്റെ കാരണം കേട്ടോ, റൈറ്റ്. വെൻ യു കൺസിഡർ ദ എലമെൻറ്റ്സ് whose
Electrostatic force of repulsion between proton and proton is balanced by the nuclear force between the nucleons. That elements are stable in nature. Clear ആവുണ്ടെന്ന് വിചാരിക്കണേ, റൈറ്റ്? ഇതെന്തുവാടേ? അപ്പോൾ ഈ വീഡിയോയിൽ ന്യൂമറിക്കൽ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത വീഡിയോയിൽ വരുമ്പോൾ ഞാൻ കുറച്ചും കൂടി ശ്രമിക്കാം. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യാൻ നോക്കാം, റൈറ്റ്? അപ്പോൾ ഇനി ഇതൊക്കെ ഇതിൻ്റെ ഗ്രാഫ്, ഇതിൻ്റെ ബേസിലുള്ള ഗ്രാഫ് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ ആയിഷ്, റൈറ്റ്? അപ്പോൾ നോക്കിയേ, ഈ ഉള്ള ഏരിയയിൽ എന്താ വ്യത്യാസം? ഇവിടെ ഒരു പോയിന്റ് വന്ന്, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒരു പോയിന്റ് എടുത്താൽ മതി, ഡോട്ട് ഡോട്ട് ആക്കിയിട്ട് കൺഫ്യൂഷൻ ആക്കണില്ല. ലെറ്റ് മീ ടേക്ക് എ സിംഗിൾ പോയിന്റ് ഹിയർ. ആ പോയിന്റിൽ എന്താ കൂടുതൽ? അവിടെ ന്യൂട്രോൺ കൂടുതൽ ദാൻ പ്രോട്ടോൺ ആണ്, അല്ലേ? അതായത് N/P റേഷ്യോ ഈസ് ഗ്രേറ്റർ ദാൻ 1, അല്ലേ? ഈ ഭാഗത്ത് എന്തായിരിക്കും? P ഈസ് ഗ്രേറ്റർ ദാൻ N, അല്ലേ? അല്ലടോ, അതൊരു ഗ്രാഫിൽ നോക്ക്, ഇതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ. ഇവിടെ 25, ഇവിടെ 15 ആയിട്ടുള്ളൂ. ക്ലിയർ ആവണ്ട, റൈറ്റ്? ഇത് ഇച്ചിരി വലുതാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കാണാം വിഷയം എന്തായാലും. റൈറ്റ്? ക്ലിയർ ആവണ്ട, റൈറ്റ്? അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഇപ്പുറവും ഇപ്പുറവും N/P റേഷ്യോ ഇസ് നെവർ ഈക്വൽ ടു 1. ഇക്വലൻ്റ് പോലും വന്നില്ല. ഇവിടെ N ഗ്രേറ്റർ ദാൻ P ആണ്, ഇവിടെ P ഗ്രേറ്റർ ദാൻ N ആണ്. അപ്പോൾ ഒരിക്കലും ഇക്വലൻ്റ് ടു 1 വരുന്നില്ല. ഹെൻസ് ഈ റേഞ്ചിൽ, ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ എനിക്ക് ഇവിടെ പറയാം, ഇവിടെയൊക്കെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്, റൈറ്റ്? ഹിയർ ഓൾസോ അൺസ്റ്റേബിൾ, റൈറ്റ്? കണ്ടാ, ഈ പോയിന്റുകൾ, ഈ ചുവന്ന ലൈനിൽ കിടക്കുന്ന എലമെൻറ്റ്സ് മാത്രമേ സ്റ്റേബിൾ ഉള്ളൂ. ഇപ്പുറം കിടക്കുന്ന ആൾക്കാർ സ്റ്റേബിൾ നെയ് ഹേ. അല്ല, 0 to 20യിൽ ഈ ലൈനിൽ കിടക്കുന്ന ആൾക്കാർ മാത്രം സ്റ്റേബിൾ, അപ്പുറം ഇപ്പുറം കിടക്കുന്ന എലമെൻറ്റ്സ് അൺസ്റ്റേബിൾ. ഇനി ഇതിലത്തെ കുന്തങ്ങളൊക്കെ മാറ്റാട്ടെ, കുറേ ഡോട്ട് ഇട്ട് നശിപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നശിപ്പിച്ചിട്ടാ. ഇനി ഒന്നുകൂടി ചെറുതാക്കട്ടെ. ഓക്കെ, ബി രണ്ടാമത്തെ ട്ടാ. ഇനി Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 അല്ല, Z ഗ്രേറ്റർ ദാൻ 20, അത് 20 മുകളിൽ ആറ്റോമിക് നമ്പർ ഉള്ള കേസസിൽ experimentally found that those elements, that is all the elements above 20 atomic number, all those elements who have N/P ratio between 1 and 1.6. ശ്രദ്ധിക്കട്ടോ, 1നും 1.6ൻ്റെയും ഇടയ്ക്ക് N/P റേഷ്യോ ഉള്ള എലമെൻറ്റ്സ് മാത്രമാണ് സ്റ്റേബിളായിട്ട് കണ്ടത്. ക്ലിയർ ആവണ്ട? ദോസ് എലമെൻറ്റ്സ് റൈറ്റ്, ദോസ് എലമെൻറ്റ്സ് ആഫ്റ്റർ atomic number Z greater than 20 who are having the ratio of N/P between 1 and 1.6 are stable. ക്ലിയർ ആവണ്ട അല്ലേ? അപ്പോൾ നോക്കിയേ, ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? N-ഉം P-യും ക്യാപിറ്റൽ N ആയി പോയതാണ്, ക്ഷമിക്കുക. N-ഉം P-യും ഈക്വലാണ് ഈ ലൈനിൽ, അല്ലേ? അപ്പോൾ എന്തായാലും ഇതിലല്ലല്ലോ. എന്തുകൊണ്ട്? N/P എന്താണ്? 1നും 0.6ൻ്റെ ഇടയിൽ, അല്ലേ? Clear? So if I draw it graphically, right, the graph becomes like this, right? ഇവിടെയാണ് N/P നമുക്ക് 1ഉം 1.6. അപ്പോൾ ഈ ലൈനിലൊക്കെ കിടക്കുന്ന ആൾക്കാർ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും, റൈറ്റ്? അതിൻ്റെ അപ്പുറം ഇപ്പുറം കിടക്കുന്നത് അൺസ്റ്റേബിൾ ആയിരിക്കും. ദിസ് ഇസ് അൺസ്റ്റേബിൾ, ദിസ് ഇസ് ഓൾസോ അൺസ്റ്റേബിൾ, ജസ്റ്റ് ലൈക്ക് ദ പ്രീവിയസ് കേസ്. ജസ്റ്റ് ഇതിൽ N/P ഈക്വൽ ടു 1 അല്ലല്ലോ. ക്ലിയർ ആവുന്നത് ഇരിക്കണേ? സോറി, ക്ലിയർ, റൈറ്റ്? ഇതാണ് ഗ്രാഫിക്കൽ. ഈ റെഡ് ലൈനിൽ വരച്ചിട്ടില്ലേ, ഇതിനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി ബെൽറ്റ് എന്ന് പറയും, റൈറ്റ്? ഇപ്പോൾ ഈ കേസിന് വേണ്ടിയിട്ട് ലെറ്റ്സ് ടേക്ക് അനദർ എക്സാമ്പിൾ എടുക്കാം. അയേൺ എടുത്തു എന്നിരിക്കും, 56, 26. What is the proton number? 26. What is neutron number? 30 അല്ല, എന്നാൽ 56 ആവുള്ളൂ, അല്ലേ? അപ്പോൾ N/P റേഷ്യോ നോക്കി, N/P റേഷ്യോ എടുത്ത് നോക്കിയേ, 30/26, 30/26 1, പിന്നെ വരുന്നത് 4, 40. അപ്പോൾ 1.1,
അല്ലേ? അപ്പോൾ ഇത് രണ്ടിൻ്റെ റേഞ്ചിലാണ്. അതെ, അപ്പോൾ ഇത് സ്റ്റേബിളാണ്. ക്ലിയർ? റൈറ്റ്? മനസ്സിലാവുന്നിരിക്കുന്നത്? റൈറ്റ്. അപ്പോൾ ലീസ്റ്റ് സ്റ്റേബിൾ ന്യൂക്ലിയർ അതും കൂടി ഞാൻ പറയട്ടെ. 83ാമത്തെ ആറ്റോമിക് നമ്പർ. റൈറ്റ്? ഇവിടെ എന്താണ്ട് ഓക്കെ റൈറ്റ് 83 അല്ലേ? പി എന്ന് പറയുന്നത് തന്നെയല്ലോ, സെഡ് തന്നെയല്ലേ? റൈറ്റ്. സോ എലമെൻറ്റ് വിത്ത് 83. ഇപ്പം ഇങ്ങോട്ട് ഓടട്ടെ. ഇവിടെ ഈ ചുവന്ന ലൈൻ വരയ്ക്കണ്ടേ? ഷടാ, അവിടെ എക്സ്റ്റെൻഡ് ചെയ്യാണ് കേട്ടോ നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യുക. റൈറ്റ്. ഈ പോയിന്റിലാണ് ഏറ്റവും അവസാനമായിട്ട് എന്ത് 20-ന് ശേഷം പറയുന്നത് ദിസ് 83 ആറ്റമിക് നമ്പർ എലമെൻറ്റ് വിച്ച് ഈസ് യുവർ ബിസ്മത്ത്. റൈറ്റ്? ക്ലിയർ? 109 ഇതാണ് ലാസ്റ്റ് സ്റ്റേബിൾ എലമെൻ്റ് ആണ്. അതിനുശേഷം വരുന്നവരൊക്കെ അൺസ്റ്റേബിളാണ്. ക്ലിയർ ആവണ്ട? റൈറ്റ്. ഈ റെഡിൻ്റെ ഇപ്പുറം കിടക്കുന്നത് എന്താണോ? ഇവിടെ N/P റേഷ്യോ ചെറുതാണ്, ഇവിടെ N/P റേഷ്യോ വലുതാണ്. റൈറ്റ്. ഇവിടെ ബീറ്റ ഡി കെ ആണ് ഉണ്ടാവുക കേട്ടോ. റൈറ്റ്. സോ നെഗറ്റീവ് ബീറ്റ ഡി കെ, ഇവിടെ പോസിറ്റീവ് ബീറ്റ ഡി കെ. ഇതെന്താണെന്ന് നിങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റിയിൽ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് മഗപ്പ് ചെയ്യുക. ദിസ് സൈഡ് വിൽ ഹാവ് മൈനസ് ബീറ്റ ഡി കെ. ദിസ് അൺസ്റ്റേബിൾ എലമെൻറ്റ്സ് ഹിയർ വിൽ ബി ഹാവിങ്. ഒരു കാര്യം ചെയ്തോ, യു ഗൈസ് ക്യാൻ റബ് ഓഫ് ദിസ്. നമുക്ക് റെഡ് ഗ്രാഫ് മനസ്സിലായിട്ടുണ്ടല്ലോ. ദിസ് വിൽ ബി ഹാവിങ് ബീറ്റ പ്ലസ് ഡി കെ. ഹിയർ N/P റേഷ്യോ ഇസ് ലാർജർ ദാൻ പെർ സെ 1.6-നേക്കാളും വലുത്, ഇവിടെ 1-നേക്കാളും വല്ലാണ്ട് ചെറുത്. ക്ലിയർ ആയ? റൈറ്റ്. സോ ദിസ് ഈസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റെബിലിറ്റി ബെറ്റ്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നത്? ഞാൻ ക്വസ്റ്റ്യൻ ഒരെണ്ണെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ആറ്റംസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നല്ല ഉഗ്രം ക്വസ്റ്റ്യനാണ്. വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് അല്ല കേട്ടോ അത്. ശ്രദ്ധിച്ച് നോക്കിയ ക്വസ്റ്റ്യൻ എന്താ പറയുകയാണെന്ന്. അയ്യോ റബ്ബറോണ്ട് എനിക്ക് വയ്യ. അയണൈസേഷൻ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ കാണുന്നില്ലെങ്കിൽ ഐ എം റീഡിങ് ഇറ്റ്, പ്ലീസ് ലിസൺ ടു ഇറ്റ്. അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. അതായത് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എനർജിയാണ് തന്നിട്ടുള്ളത്. എനർജി ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇസ് ഗിവൺ as 13.6 ഇലക്ട്രോൺ വോൾട്ട്. Hydrogen atom is in ground state are excited by a monochromatic radiation of photon energy 12.6 electron volt. അതായത് ഈ ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് ഇപ്പോൾ വന്ന് ഇൻസിഡൻ്റ് ആവുന്ന എനർജി ഇലക്ട്രോൺ വോൾട്ടാണ് കേട്ടോ. ഞാൻ ഈ പോട്ടെ ഇലക്ട്രോൺ വോൾട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ബോർസ് തിയറി ദ സ്പെക്ട്രൽ ലൈൻസ്, നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് അതല്ലേ ചോദിച്ചിരിക്കുന്നത് എത്രയാണ്. അപ്പോൾ നോക്കിയേ, നേരത്തെ ഞാനൊരു ഫോർമുല പഠിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഏത് ലൈനിൽ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഫോർമുല യൂസ് ചെയ്യാം. പക്ഷേ ഹിയർ ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ കട്ട്. എവിടെ നിന്ന് എങ്ങോട്ടാണ് ചാടണമെന്നൊരു ഐഡിയ ഇല്ല. റൈറ്റ്. സോ യു ഹാവ് ടു നോ ദ എനർജി ഓഫ് ഈച്ച് സെക്ഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണമെന്ന്. ഹൈഡ്രജൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എനർജി എത്രയാണ്? 13.6 മൈനസ് ഉണ്ട്. പിന്നെന്താ വരുന്നത്? -3.4 ആണ്. പിന്നെ വരുന്നത് 1.5 ആണ്. അല്ലെങ്കിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാനിരിക്കാം. എങ്ങനെയാണ്? ഓർമ്മ ഉണ്ടോ? എനർജി ഓഫ് ഈച്ച് സ്റ്റേറ്റ് -13.6 Z/n², അല്ലേ? Z²/n². ആ ഫോർമുല ഇട്ടിട്ട് പണ്ടാറടങ്ങാം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് പഠിക്കായിരിക്കും ഏറ്റവും നല്ലത്. റൈറ്റ്. ഞാൻ സ്ക്വയർ ഇട്ടില്ലേ, സോറി. Z²/n², അല്ലേ? ഹൈഡ്രജന് വരുമ്പോൾ റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ലെവൽ n = 2 വന്നപ്പോൾ 3.4 എന്ന് കിട്ടും. n = 3 എന്ന് പറയുമ്പോൾ -1.5 അല്ലേ? ഇത് എത്രയായിരുന്നു കേട്ടോ? -3.4 അല്ലേ? ക്ലിയർ? റൈറ്റ്. പിന്നെ n1 ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് അറിയണം എന്താ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എന്താ? ഇറ്റ് ഈസ് അറൗണ്ട് -13.6 ആണ് അല്ലേ? അതിന് മക്കളെ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് വാല്യൂ ആൻഡ് ദിസ് വാല്യൂ? 13.6-ഉം 1.5-ൻ്റെ ഡിഫറൻസ് എത്രയാണ്? എനർജി ഡിഫറൻസ് യു വിൽ ഫൈൻഡ് ഇറ്റ് ഇസ് എക്സാക്ട്ലി 12.1 ഇലക്ട്രോൺ വോൾട്ട്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിട്ടോ അവർ രണ്ടുപേരുടെ ഡിഫറൻസ്. ഇപ്പം തന്നെ പറഞ്ഞു എത്ര എനർജിയിലേക്ക് റേഡിയേഷൻ ഇൻസിഡൻ്റ് ആവണേ? 12.1 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇൻസിഡൻ്റ് എനർജി 12.1 ആണെങ്കിൽ ഇലക്ട്രോൺ ക്യാൻ ജംപ് ഫ്രം ഫസ്റ്റ് എനർജി ലെവൽ ടു മാക്സിമം എവിടെ വരെ പോവാം? n = 1 to n = 3. സന്തോഷം അല്ലേ? ക്ലിയർ ആയ? റൈറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. n = 3 to n = 1 മാതിരി തന്നെ അല്ലേ? സിമ്പിൾ. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മ ഉണ്ടാ? ഇനി ഏതിലാണ് ഇത് നോക്കണ്ട. വലുത് എപ്പോഴും വലുതിൽ നിന്നാണ് എപ്പോഴും ചെറുത് കുറയ്ക്കുക. 3 - 1 + 1
ഡിവൈഡ് ബൈ 2. അപ്പോൾ 3 - 1 is 2. ഇത് എത്ര വരിക? 3 എന്ന് വരും. ഡിവൈഡ് ബൈ 2. 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 നമ്പർ ഓഫ് ലൈൻസ്. അല്ലെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓടിച്ച് നോട്ട് ബുക്കിൽ നോക്കുക. ക്ലിയർ ആയല്ലോ? സിമ്പിളല്ലേ? വേണ്ട സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലേക്കാണ് ചാടുക. ഇതൊക്കെ ഒരു ഊഹങ്ങളാണ്. ഓക്കെ, ക്ലിയർ? റൈറ്റ്. അപ്പോൾ നന്നായി പഠിക്കാൻ നോക്കട്ടോ. പ്രോബ്ലംസൊക്കെ ഇനിയും ചെയ്തു വരാം. ഓക്കെ.